ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റെതാക്കി മാറ്റാൻ നടന്നത് ആസൂത്രിത ശ്രമം. ദേശീയപാതയ്ക്ക് വിട്ടു നൽകിയ ദേവസ്വം ബോർഡിന്റെ ഭൂമിയുടെ നഷ്ടപരിഹാരം കൈക്കലാക്കാൻ സർക്കാർ തേടിയത് കുറുക്കുവഴി. നഷ്ടപരിഹാര തുക സർക്കാരിലേക്ക് എത്തിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി കൈമാറ്റ വ്യവസ്ഥ ഉപയോഗിച്ച്. നടന്നത് സ്വയം ഭരണാവകാശമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ദേവസ്വം ബോർഡും സർക്കാർ അധീനതയിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. ജനം ബ്രേക്കിംഗ്. ദേശീയപാത വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ കൈപ്പറ്റിയത് 2023-ൽ. ഇതിനായി ആശ്രയിച്ചത് 2021-ൽ പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ മറ്റൊരു ഉത്തരവ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭൂമി കൈമാറിയാൽ നഷ്ടപരിഹാര തുക സർക്കാരിന് ലഭിക്കണമെന്നാണ് ഉത്തരവിലെ 3-ാം നമ്പർ പാരഗ്രാഫിൽ പറയുന്നത്. സർക്കാർ സൗജന്യമായി കൈമാറിയ ഭൂമിയാണെങ്കിലാണ് ഈ വ്യവസ്ഥ ബാധകമാകുന്നതെന്നും ഉത്തരവിലുണ്ട്. ഈ ഉത്തരവ് ഉപയോഗിച്ചാണ് 2023-ൽ ദേവസ്വം ബോർഡ് ഭൂമിയുടെ നഷ്ടപരിഹാരവും സർക്കാർ കൈക്കലാക്കിയത്. ദേവന്റെ സ്വത്ത് സർക്കാർ കൈവശപ്പെടുത്തിയതിൽ വിമർശനവും ശക്തമാണ്. ദേവസ്വം ബോർഡിന്റെ ട്രഷറി, തിരുവനന്തപുരത്തെ ട്രഷറിയിലെ ദേവസ്വം കമ്മീഷണർ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലാണ് ഈ അതോറിറ്റികൾ, ഹൈവേ അതോറിറ്റികളുടെ പണം വരേണ്ടത്. യാതൊരു കാരണവശാലും ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് വിഭാഗത്തിലേക്കോ റവന്യൂ വിഭാഗത്തിലേക്കോ പണം ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ദേവൻ്റെ ധനമാണത്, അത് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടി തന്നെയാണ്. അതിൻ്റെ പലിശ സഹിതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ടതാണ്. ദേവസ്വം ബോർഡിന്റെ ഭൂമിയും സർക്കാർ സൗജന്യമായി കൈമാറിയ ഗവൺമെന്റ് ലാൻഡ് ആണെന്ന വാദമുന്നയിച്ചായിരുന്നു 2023-ലെ നടപടി. ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമി മഹാരാജാവിന്റെ കാലത്തോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണെന്നാണ് 2023-ലെ ഉത്തരവിൽ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനം മാത്രമാണ് ദേവസ്വം ബോർഡെന്നും ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റെതാണെന്നും വരുത്തി തീർക്കാൻ ആസൂത്രിത ശ്രമം നടന്നെന്ന് ഈ ഉത്തരവുകൾ വ്യക്തമാക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.